നിമിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ IPL സീസൺ ആവാറായല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ടീമിൻ്റെയും സ്ക്വാഡ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് സൺറൈസേഴ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാം. സൺറൈസേഴ്സ് കഴിഞ്ഞ സീസണിൽ വളരെയധികം ദയനീയാവസ്ഥയിലായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ബൗളിംഗ് ഇഷ്യൂ ആയിരുന്നു. അവർക്കൊരു നല്ലൊരു എടുത്തു വരാനുള്ള ബൗളേഴ്സ് ഉണ്ടായിട്ടില്ല എന്നല്ല. ഇപ്പോൾ മുഹമ്മദ് ഷമി ഉണ്ടായിരുന്നു, പാറ്റ് കമ്മിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും അത്ര ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ഈ സീസൺ അവർ ഷമീനെ അവർ ട്രേഡ് ചെയ്തു, ആഡം സാംബേനെ റിലീസ് ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ അവർ പകരം ഇംഗ്ലീഷ് സൂപ്പർ ബാറ്റ്സ്മാൻ ഓൾറൗണ്ടറായ ലിയാം ലിവിങ്സ്റ്റൺ എത്തിച്ചു. പിന്നെ ഇന്ത്യൻ ടാലന്റഡ് ക്രെയിൻസ് ഫുളേട്രിയ, ജേക്ക് എഡ്വേർഡ്സ് അങ്ങനത്തെ പ്ലെയറൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ ശിവം മാബി ഇങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ അവർ എത്തിച്ചു. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ജേക്ക് എഡ്വേർഡ്സിനെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ അവർക്കൊരു തിരിച്ചടിയായി മാറി. പകരം അവർ ഡേവിഡ് പെയിനിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ സ്ക്വാഡിലേക്ക് നമുക്കൊന്ന് പോയാൽ ഇപ്പോൾ ബാറ്റേഴ്സായിട്ട് ട്രാവിസ് ഹെഡ്, അനികേത് വർമ്മ, സ്മാരൻ ഇവരാണുള്ളത്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഹെൻറി ക്ലാസൻ, ഇഷാൻ കിഷൻ, സലീൽ അറോറ. ഓൾറൗണ്ടേഴ്സായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി, ലിയാം ലിവിങ്സ്റ്റൺ, കാമിന്ദു മെൻഡിസ്, നമ്മുടെ ബ്രൈഡൻ കാർഡ്സ്, പാറ്റ് കമ്മിൻസ്, ഹർഷൽ പട്ടേൽ എന്നിവരുണ്ട്. പിന്നെ ജേക്ക് എഡ്വേർഡ്സ്, ശിവൻകുമാർ, ക്രെയിൻസ് ഫുളേട്രിയ. ഇപ്പോൾ എഡ്വേർഡ്സിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ സ്പിന്നേഴ്സായിട്ട് ഇപ്പോൾ ഷീസൻ അൻസാരിയും അമിത് കുമാറും. അതായത് ഫാസ്റ്റ് ബോളേഴ്സിൽ ഈശാൻ മല്ലിക, ജയദേവ് ഉണഡ്കട്ട്, ശിവം മാവി, ഓംകാർ തർമാലെ, ഷാക്കിബ് ഹുസൈൻ, പ്രഫുൽ ഹിഞ്ചെ. ഇതിലൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഓൾറെഡി ജേക്ക് എഡ്വേർഡ്സിന് പരിക്കാണ്. അതേപോലെ ഈശാൻ മല്ലിംഗക്കും പരിക്കാണ്. അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ് ഈ സീസണിൽ കളിക്കുന്ന കാര്യത്തിൽ. പിന്നെ പാറ്റ് കമ്മിൻസിന്റെ കാര്യം, പാറ്റ് കമ്മിൻസ് തുടക്കത്തിലുള്ള 3 മത്സരങ്ങൾ കളിക്കൂല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ഇഷാൻ കിഷൻ ടീമിനെ നയിക്കും. അപ്പോൾ അവരുടെ സ്ട്രെങ്ത്തിനൊക്കെ എന്താ വെച്ചാൽ എക്സ്പ്ലോസീവ് ടോപ്പ് ഓർഡർ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, നമ്മുടെ അഭിഷേക് ശർമ്മ, ഹെൻറി ക്ലാസൻ ഇങ്ങനെ ഇറങ്ങിയ ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും എക്സ്പ്ലോസീവായിട്ട് ടോപ്പ് ആൻഡ് മിഡിൽ ഓർഡേഴ്സ് ഉണ്ട്. പിന്നെ അവരുടെ ഓവർസീസ് ബാറ്റിംഗ് ഓപ്ഷനും നല്ല ഡെപ്തുള്ള ബാറ്റിംഗ് ഉണ്ട്. പിന്നെ ലീഡർഷിപ്പ് കണ്ടിന്യൂറ്റി, അതായത് ഇപ്പോൾ പാറ്റ് കമ്മിൻസ് ആദ്യത്തെ മത്സരം കളിക്കില്ല, പക്ഷെ എന്നാലും കമ്മിൻസിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെയധികം നല്ലതാണ്. വീക്ക്നെസ് ആണ് പ്രശ്നം. വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ബൗളിംഗ് ഓപ്ഷൻ അവർക്ക് അത്ര വലിയ ബൗളിംഗ് ഇല്ല. ഇപ്പോൾ കമ്മിൻസ് കളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഹർഷൽ പട്ടേൽ, ശിവം മാവി, സീസൺ അൻസാരി, ജയദേവ് ഉണഡ്കട്ട് ഇങ്ങനെയുള്ള പ്ലേയേഴ്സേ ഉള്ളൂ. ഇവരൊന്നും കമ്മിൻസിനോട് പറ്റുന്ന പ്ലേയേഴ്സ് അല്ല. അതൊരു പ്രശ്നമാണ് അവർക്ക്. പിന്നെ സ്പിൻ ബൗളിംഗ് ആകുള്ളത് സീസൺ അൻസാരി മാത്രമേ ഉള്ളൂ അവർക്ക്. അതാണ് പ്രശ്നം, സീസൺ അൻസാരി. പിന്നെ ലിയാം ലിവിങ്സ്റ്റണൊക്കെ സ്പിൻ ബൗളറായിട്ട് കൂട്ടാം. അദ്ദേഹത്തിന് ഓഫ് സ്പിൻ, ലെഗ് സ്പിൻ അറിയാൻ പറ്റും. പക്ഷേ അദ്ദേഹം അത് എത്രത്തോളം ടീമിന് ഗുണം കയറാമെന്ന് നമുക്ക് കണ്ടറിയണം. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അവരുടെ ഒരു പ്രോബബിൾ 11ലേക്ക് നമുക്ക് പോയാൽ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്യും. ഇഷാൻ കിഷൻ നമ്പർ 3 കളിക്കും. നമ്പർ 4 നിതീഷ് കുമാർ റെഡ്ഡി, നമ്പർ 5 ഹെൻറി ക്ലാസൻ, നമ്പർ 6 അനികേത് വർമ്മ, നമ്പർ 7 ലിയാം ലിവിങ്സ്റ്റൺ. ഭയങ്കര ഡെപ്തുള്ള മിഡിൽ ആൻഡ് ടോപ്പ് ഓർഡറാണ്. പിന്നെ നമ്പർ 8 ഇപ്പോൾ കമ്മിൻസ് ആദ്യം മത്സരത്തിലുണ്ടാവില്ല. അപ്പോൾ നമ്പർ 8 ഇപ്പോൾ ക്രീസ് ഫുളേറ്റർ കളിക്കും. നമ്പർ 9 ഹർഷൽ പട്ടേൽ, നമ്പർ 10 ശിവം മാവി, നമ്പർ 11 ഷീസൻ അൻസാരി. ഇമ്പാക്ട് പ്ലെയറായിട്ട് ജയദേവ് ഉണഡ്കട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൺറൈസിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.